മമ്മൂക്ക, വിനായകൻ, ജിതിൻ കെ ജോസ് ചിത്രത്തിൽ നിന്നും വരുന്ന റിപ്പോർട്ടുകൾ ഞെട്ടിക്കുന്നതാണ്. കോവിഡിന് ശേഷം മമ്മൂക്ക തിരഞ്ഞെടുക്കുന്ന ക്യാരക്ടറുകളെല്ലാം കൂടുതൽ എക്സ്പെരിമെന്റലിന് പ്രാധാന്യം കൊടുത്ത സിനിമകളാണ് അദ്ദേഹം ചൂസ് ചെയ്യുന്നത്. മമ്മൂട്ടി കമ്പനിയുടെ 7th ചിത്രം ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്യുമ്പോൾ ഈ ഒരു ചിത്രത്തിൽ മമ്മൂക്ക വില്ലൻ വേഷത്തിലാണ് എത്തുന്നത് എന്നുള്ളത് നിങ്ങൾ എല്ലാവരും അറിഞ്ഞ കാര്യമാണ്. ഈ ഒരു വർഷം തന്നെ തിയേറ്ററിലെത്തിയ ബ്രഹ്മയുഗം എന്ന ചിത്രത്തിൽ മാർഗ വില്ലനായിട്ടാണ് മമ്മൂക്ക എത്തിയത്. വിനായകൻ ജയിലർ എന്ന ചിത്രത്തിലും ശക്തമായിട്ടുള്ള ഒരു വില്ലൻ കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചത്. വിനായകൻ ഒട്ടനവധി ചിത്രങ്ങളിൽ വില്ലൻ വേഷം കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ കയ്യടി നേടിയ വില്ലൻ വേഷങ്ങളാണ് ചോട്ടാ മുംബൈയിലും ബിഗ് ബിയിലും ഇപ്പോൾ ഇതാ ജയിലർ എന്ന ചിത്രത്തിലും. ഒരു സൂപ്പർ താരത്തിന്റെ ചിത്രത്തിൽ വിനായകന് നായകനാവാൻ അവസരം കിട്ടിയിരിക്കുന്നത് ഇത് ആദ്യമായിട്ടാണ്. മമ്മൂക്ക അഭിനയിച്ച 95% ചിത്രങ്ങളിലും മമ്മൂക്ക നായകനായിട്ടാണ് എത്തിയത്. വിരലിൽ എണ്ണാവുന്ന ചിത്രങ്ങളിൽ മാത്രമേ മമ്മൂക്ക വില്ലൻ വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളൂ. ആ വില്ലൻ വേഷങ്ങളെല്ലാം മലയാള ഫിലിം ഇൻഡസ്ട്രി ശരിക്കും ചർച്ച ചെയ്യപ്പെട്ട വേഷങ്ങൾ. വിധേയൻ എന്ന ചിത്രത്തിലെ ഭാസ്കര പട്ടേൽ, പാലേരി മാണിക്യം എന്ന ചിത്രത്തിലെ വേഷം, പുഴു, അബ്രഹാം മോസ്ലർ, ബ്രഹ്മയുഗം എന്നീ ചിത്രങ്ങളിലെ മമ്മൂക്കയുടെ വേഷങ്ങളും പ്രേക്ഷകർക്ക് പുതുമയുള്ളതായിരുന്നു. ബ്രഹ്മയുഗത്തിൽ മമ്മൂക്ക ചെയ്ത കൊടുമൻ പോറ്റി, അതുപോലെ ജയിലർ എന്ന ചിത്രത്തിൽ വിനായകൻ ചെയ്ത വില്ലൻ വേഷം, അതിന്റെ മുകളിൽ നിൽക്കുന്ന ഒരു വില്ലൻ വേഷത്തിലായിരിക്കും മമ്മൂക്ക ജിതിൻ ജോസ് വിനായകൻ ചിത്രത്തിൽ എത്തുക. ഒട്ടനവധി വില്ലന്മാരെ നമ്മൾ സിനിമകളിൽ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മമ്മൂക്ക ഒരു പുതിയ ചിത്രത്തിൽ വില്ലൻ വേഷം സെലക്ട് ചെയ്യുന്ന സമയത്ത് അതിൽ എന്തെങ്കിലും ഒരു അല്ലെങ്കിൽ ഒരിക്കലും മമ്മൂക്ക അത്തരത്തിലുള്ള ഒരു റോൾ ചൂസ് ചെയ്യില്ല. മലയാള സിനിമ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു ഭീകര വില്ലനെയായിരിക്കും ജിതിൻ കെ ജോസ് ചിത്രത്തിൽ മമ്മൂക്ക അവതരിപ്പിക്കുക. കണ്ടിരിക്കുന്ന പ്രേക്ഷകന് സ്ക്രീനിൽ കയറിയിട്ട് ആ വില്ലൻ ക്യാരക്ടറിനെ ഒന്ന് പൊട്ടിക്കാൻ തോന്നണം. അത്തരത്തിലുള്ള ഒരു ഇമ്പാക്ട് തിയേറ്ററിൽ ഉണ്ടായെങ്കിൽ മാത്രമേ ആ ഒരു വില്ലൻ ക്യാരക്ടർ വിജയിച്ചു എന്ന് വേണ്ടി പറയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഫസ്റ്റ് ലുക്കും ടൈറ്റിലും പുറത്തു വിടുന്നതിന്റെ മുന്നേ തന്നെ മികച്ച ഹൈപ്പിലേക്ക് എത്തിയ ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിന് വേണ്ടി കാത്തിരിക്കുകയാണ് ആരാധകർ. ഞെട്ടിക്കുന്ന ലുക്കാണ് ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിൽ വരുന്നതെങ്കിൽ ചിത്രത്തിന്റെ ഹൈപ്പ് ഭീഷ്മക്കും ടർബോക്കും ബ്രഹ്മയുഗത്തിന്റെയും മുകളിലെത്തും.